താൽക്കാലിക ആനന്ദത്തിനായി ലഹരി ഉപയോഗിക്കുന്നവരാണ് പലരും. ഇങ്ങനെ സുഹൃത്തുക്കൾക്കൊപ്പം കൂട്ടുകൂടി ലഹരി കുത്തിവെക്കുന്നവരുടെ ശ്രദ്ധയ്ക്ക് HIV രോഗബാധിതനായ ഒരാൾ ഉപയോഗിച്ച സിറിഞ്ച് മറ്റുള്ളവർ ഉപയോഗിച്ചാൽ എയ്ഡ്സ് രോഗം പടർന്നു പിടിക്കാം. മലപ്പുറം വളാഞ്ചേരിയിൽ 2 മാസത്തിനിടയിൽ 10 പേർക്കാണ് HIV സ്ഥിരീകരിച്ചത്. ഇവരിൽ 6 പേർ മലപ്പുറം സ്വദേശികളായ യുവാക്കളും 3 പേർ ഇതര സംസ്ഥാന തൊഴിലാളികളുമാണ്. ലഹരി കുത്തിവെക്കാൻ ഒരേ സിറിഞ്ച് ഉപയോഗിച്ചവർക്കാണ് രോഗം പിടിപെട്ടത്. ഇവരുടെ കുടുംബവും ഇവരുമായി ബന്ധപ്പെട്ട മറ്റാളുകളും നിരീക്ഷണത്തിലാണ്. വളാഞ്ചേരിക്ക് സമാനമായി ജില്ലയിൽ മറ്റിടങ്ങളിലും HIV വ്യാപനത്തിന് സാധ്യതയുണ്ടെന്ന് ആരോഗ്യവകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നു. മലപ്പുറത്തെ വളാഞ്ചേരിയിൽ 2 മാസത്തിനിടെ 10 പേർക്കാണ് HIV ബാധിച്ചത്. പരിശോധനകളിലൂടെ ആരോഗ്യവകുപ്പ് ഇത് സ്ഥിരീകരിച്ചു. എല്ലാവരും ലഹരി ഉപയോഗിക്കുന്നവരും വിപണന സംഘാംഗങ്ങളുമാണ്. ലഹരി മരുന്ന് കുത്തിവെക്കാനായി ഉപയോഗിച്ച സിറിഞ്ചുകളിലൂടെയാണ് HIV പകർന്നത് എന്നാണ് ആരോഗ്യവകുപ്പിന്റെ കണ്ടെത്തൽ. 6 മലയാളികൾക്കും 4 അതിഥി തൊഴിലാളികൾക്കുമാണ് വൈറസ് ബാധ സ്ഥിരീകരിച്ചത്. ഇവർ ഒരേ സൂചികൾ പങ്കിട്ടതായും ലഹരി വിതരണക്കാർ ഈ സൂചികൾ വീണ്ടും ഉപയോഗിച്ചതായും മലപ്പുറം ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ R. രേണുക സ്ഥിരീകരിച്ചു. ഈ കഴിഞ്ഞ 2 മാസമായിട്ട് നമുക്ക് 10 പേരെ നമ്മൾ ഐഡന്റിഫൈ ചെയ്തു. ഇതിപ്പോ സംസ്ഥാനം നമ്മുടെ ജില്ലയിൽ തന്നെ മറ്റു സ്ഥലങ്ങളും ഉണ്ടാകാം. വളാഞ്ചേരിയിലെ ആ ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകളിൽ നമ്മൾ കണ്ടു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ പോസിറ്റീവായിട്ടുള്ള HIV പേഷ്യന്റ് പോസിറ്റീവായിട്ടുള്ള ഒരാൾ ഉപയോഗിച്ച നീഡിൽ മറ്റുള്ളവരും ഉപയോഗിക്കുന്നുള്ളതാണ് നമുക്കിതിൽ ഏറ്റവും പേടിക്കേണ്ട ഒരു കാര്യം. പ്രത്യേകിച്ച് ഡ്രഗ് അബ്യൂസേഴ്സ് എന്തെങ്കിലും അവരത് സ്ഥിരമായിട്ട് ഉപയോഗിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെ പറ്റി അവയർനെസ് കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം. അതിൻ്റെ ഒപ്പം തന്നെ HIV പോസിറ്റീവായിട്ടുള്ള ഒരാളെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് HIV ആക്ട് വളരെ ശക്തമായിട്ടൊരു ആക്ട് ഉണ്ട് നമുക്ക്. അപ്പോൾ ഇവരെ നമ്മൾ സ്ക്രീൻ ചെയ്ത് കൗൺസിലിംഗ് നടത്തി അവരെ ചികിത്സയിലേക്ക് കൊണ്ടുവരണം. മറ്റുള്ളവരെ ടെസ്റ്റ് ചെയ്യണമെങ്കിൽ പോലും നമ്മൾ ഇവർക്ക് കൃത്യമായ കൗൺസിലിംഗും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടേ നമുക്ക് അവരെ ടെസ്റ്റിങ്ങിന് പോലും കൊണ്ടുവരാനായിട്ട് കഴിയും. വളാഞ്ചേരിയിൽ ഒരാളിൽ HIV സ്ഥിരീകരിച്ചതിനെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് മറ്റുള്ളവരിലും വൈറസ് ബാധ കണ്ടെത്തിയത്. വളാഞ്ചേരി ടൗണിനോട് ചേർന്ന് ഇതര സംസ്ഥാന തൊഴിലാളികൾ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് ഉപയോഗിച്ച സിറിഞ്ചുകൾ കണ്ടെത്തി. സൂചി ഉപയോഗിച്ച് ലഹരി വസ്തുക്കൾ കുത്തിവെക്കുന്നവർക്കിടയിൽ HIV ബാധ കൂടുന്നതായാണ് ആരോഗ്യ വകുപ്പിന്റെ കണ്ടെത്തൽ. സിറിഞ്ചിൽ നിറച്ച നിലയിലാണ് പലപ്പോഴും വിതരണക്കാർ ലഹരി മരുന്ന് കൈമാറുന്നത്. 80% പേരും കൂട്ടുകാരോടൊപ്പമാണ് ലഹരി ഉപയോഗിക്കുന്നതെന്ന് എക്സൈസ് സർവേയിൽ കണ്ടെത്തിയിരുന്നു. കൂട്ടുകൂടി ലഹരി കുത്തിവെക്കുന്ന മിക്കവരും ഒരേ സൂചിയാണ് പങ്കിടുന്നത്. ഇതാണ് HIV ബാധ കൂടാൻ കാരണം. HIV ബാധ സ്ഥിരീകരിച്ചവർ പ്രത്യേകം നിരീക്ഷണത്തിലാണ്. ന്യൂസ് 18 തിരൂർ.